അതിന്റെ മെയിൻ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. നമ്മളെ നവാഫും ജദീറും ഷക്കീബും ജാസിറൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും മീറ്റപ്പും നോമ്പുകാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാവും അത് മെയിനായിട്ട് ഡീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. കോക്കറെ ഒരു ഓളാക്കടോ വിളമ്പുള്ളവർക്ക്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു നോമ്പുതറക്ക് പോവാണ്. നോമ്പുതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 ആൾക്കാരെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 ആൾക്കാരടങ്ങുന്ന ഒരു നോമ്പുതറയാണ്. അതും ദുബായ് വെച്ചിട്ടാണ്. നമ്മൾ ഫുജൈറയിൽ നിന്നാണ് പോകുന്നത്. ഇത് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ടവരാണ്. കാരണം ഞങ്ങൾ നഴ്സറി മുതൽ +2 വരെ പഠിച്ചവരുണ്ട്. നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെ, 6ാം ക്ലാസ് വരെ, നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സുഹൃത്തുക്കൾ വരെ ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മളെ ഫൈറ്റിംഗ് ഫ്രണ്ട്സ്, അതുപോലെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് ഒരൊറ്റ ഇതിൽ കാണാം. അവരിഞ്ഞ് വീഡിയോ എടുക്കാൻ സംഭവിക്കുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഒരു വ്ളോഗ് തുടങ്ങി ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പറ്റണവരെ കൊണ്ടൊക്കെ ഞാൻ ചിലപ്പോൾ ചില ആൾക്കാർ എന്നെ കളിയാക്കി വരുമോ അതിൽ. അപ്പോൾ ആ കളിയാക്കി വരുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മല നിരകളൊക്കെ താണ്ടി ഞങ്ങൾ ഫുജൈറയിൽ നിന്നാണ് ഈ ഒരു നോമ്പ് തുറക്ക് പോണത്. അൽത്തവാർ പാർക്കാണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് പോണത്. ഇനി ഏകദേശം ഇൻഷാല്ലാ 40 മിനിറ്റോളം ഉണ്ട് എന്തായാലും. അപ്പോൾ അവിടെ എത്തി വലിയൊരു നോമ്പ് തുറ. ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷം നടത്തി പോവാറുള്ളൊരു നോമ്പ് തുറയാണിത്. ഞങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒത്തൊരുമോട് കൂടി കൂടാറുണ്ട്. എല്ലാവരും ഇപ്പോൾ ലിസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും ഒരു 2 ദിവസം ഒന്നും ലേഖായി. എന്നാലും എല്ലാവരും ഉണ്ട്. അത്യാവശ്യം ഒരു 50 ആൾക്കാർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. അതിൽ നിന്ന് കൊഴിഞ്ഞു പോയവരുണ്ട്, ആയവരുണ്ട്. പിന്നെ അതായത് ഞങ്ങൾ ബാച്ചിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേമസ് ബാച്ചാണ്. ഞങ്ങൾ ഐ സി വെച്ചിട്ട് നിക്കാമാച്ചി എന്നാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ പേര്. ഈ ഒരു നിക്കാമാച്ചി ബാച്ചാണ് ഞങ്ങൾ മൊത്തമായിട്ട് അവിടെ ഇന്ന് നോമ്പ് തുറക്ക് കൂടുന്നതും. അപ്പോൾ കൂടുതലും ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണത് അറിയാത്ത ആൾക്കാരാവും എന്തായാലും ഉണ്ടാവുക. പക്ഷെ അവിടെ നിന്ന് ഇതേപോലെ സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം ഒരു ഷൈ എന്തായാലും ഉണ്ടാവും. ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് പറയാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പോണ വഴിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ചാൻസ് കിട്ടാൻ നേരമല്ല. കറക്റ്റ് നോമ്പ് തുറക്ക് എത്തും. നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം പിന്നെ എല്ലാവരും വീട് പിടിക്കണവരൊക്കെ ആവും. എന്നാലും കുറച്ച് നേരമൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരമുള്ളവർക്ക് തറാവി അങ്ങനെയുള്ളതൊക്കെ ഒഴിവാകും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾ വേഗം അവിടുന്ന് ലീവ് ചെയ്യാറാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് പറ്റണ പോലൊക്കെ അറിയണ പോലൊക്കെ നമുക്ക് അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. പാർക്ക് എങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ പാർക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയ പാർക്കാണോ എന്ന് അറിയില്ല. കാരണം എല്ലാവരെയും കൂടി കൊള്ളിക്കണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിൽ കുറേ നോമ്പ് തുറ ഈ വീക്കെൻഡ് ആയ കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ നാട്ടുകാരെയും കണ്ടുമുട്ടും. പിന്നെ അതുപോലെ നമ്മളെ സീനിയേഴ്സിൻ്റെ നോമ്പ് തുറ വേറെ ഉണ്ടാവും. ചിലപ്പോൾ ജൂനിയേഴ്സിൻ്റെ നോമ്പ് തുറ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാവും. ഇത് ഫുൾ ഫാമിലി നോമ്പ് തുറ ഉണ്ട്. അതായത് ഞങ്ങളിപ്പോൾ പഠിച്ച ഗേൾസും ഉണ്ടാവും, അവരുടെ ഫാമിലി ഉണ്ടാവും. ചിലപ്പോൾ അറിയില്ല, എല്ലാവരും ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച ചെക്കന്മാരുടെ ഫാമിലി വേറെ ഉണ്ടാവും. പിന്നെ ബാച്ചിലറായിട്ട് താമസിക്കണവർ അത് വേറെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും അൽഹംദുലില്ലാ എല്ലാവരും ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിക്കണ ഒരു ദിവസമാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരെയും കണ്ടുമുട്ടാം. അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുന്നവരെ കണ്ടുമുട്ടാം. അല്ലാത്തവരെ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റാത്തവരെ അങ്ങനെ നേരിട്ട് ഞാനും കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് നോമ്പ് തുറയുടെ കാര്യങ്ങൾ. ബാക്കി നമ്മളിതാ മല താണ്ടിക്കൊണ്ടിരിക്കണല്ലോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞാനും എൻ്റെ മോളും വൈഫും കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മളെല്ലാവരും അവിടുന്ന് മീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി മുതൽ 12 വരെ പഠിച്ച, അതായത് +2 വരെ പഠിച്ച ഫ്രണ്ട്സ് വരെ ഉണ്ട് കേട്ടോ. എല്ലാവരെയും എല്ലാ വർഷവും ഞങ്ങൾ പുതുക്കാറുള്ളതാണ്. എല്ലാ വർഷവും കാണാറുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മീറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഞാൻ അടിച്ചു പോകാറുണ്ട്. അവിടുന്ന് ചിലപ്പോൾ ചിലവർ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരുണ്ടാവില്ല. എന്നാലും ഞങ്ങൾ മീറ്റപ്പിലൊക്കെ അത്യാവശ്യം ആൾക്കാരായിട്ട് കൂടാറുണ്ട്.
ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ കുറച്ച് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, കൂടുതൽ കുറച്ച് ഇതായിരുന്നു, ടാസ്ക് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു ജോലിയുടെ പീക്ക് ടൈമിൽ നിൽക്കുക തോന്നുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഇനി ബാക്കി വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ആൾക്കാർക്കുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. നമ്മളെ നവാഫും ജദീറും ഷക്കീബും ജാസിറൊക്കെ ആയിട്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും മീറ്റപ്പും നോമ്പുകാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാവും അത് മെയിനായിട്ട് ഡീൽ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് പറ്റാത്തത് എന്താ വെച്ചാൽ ഞാൻ ഫുജേറയൊക്കെ എടുക്കണതുകൊണ്ടാണ്, എനിക്ക് കുറച്ച് ലോങ്ങും ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്കങ്ങനെ പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഏൽക്കാറില്ല. അപ്പോൾ പക്ഷേ ഏൽക്കണവരുണ്ട്, അവർക്ക് നമ്മൾ എന്താ പറയുക നോമ്പിൻ്റെ കൂലി വേറെ കിട്ടും. നവാഫ് ജദീർ, ഒന്നുകൂടി പറയാം, നവാഫ് ജദീർ ഷക്കീബ് ജാസിർ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, മെയിൻ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഖത്തറിലുള്ളവരും നമ്മളെ സൗദിയിലുള്ളവർക്കും കൂടാൻ പറ്റാതെ, ഈ നോമ്പ് തുറക്ക് കൂടാൻ പറ്റാത്തവരൊക്കെ എന്താ പറയുക നമുക്ക് മെസ്സേജും ഇതൊക്കെ ആയിട്ട് അവർ അയക്കാറുണ്ട്. അവരവിടെ കൂടാറുണ്ട്. അങ്ങനെ സൗദിയുള്ളവർ മാത്രമാണ് കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ കൂടാറില്ല. പക്ഷെ ഞങ്ങൾ സ്പോർട്സിൻ്റെ ദിവസം വരുമ്പോൾ സ്പോർട്സിൻ്റെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പോർട്സിനായിട്ട് കുറച്ച് ദിവസങ്ങളുണ്ട്. അതായത് ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ ഒരു കൂടലുണ്ട്. അതിനും ഇതേപോലെ ഞങ്ങളെല്ലാവരും കൂടാറുണ്ട്. പക്ഷെ അതിനങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ അധികം വരാറില്ല. ഞാൻ ഫാമിലി ആയിട്ട് വരാറുണ്ട്, പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയാണ്ട് വരാറില്ല. പക്ഷേ ഞങ്ങൾ ഫുട്ബോളൊക്കെ അടിപൊളിയായി എൻജോയ് ചെയ്യാറുണ്ട്. ഈ വർഷം ഞാൻ പറഞ്ഞില്ല, ജോലിയുടെ ഒരു പീക്ക് ടൈം കൊണ്ടാണ് അതിനൊരു ബാക്കിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും. പക്ഷെ നമുക്ക് സെറ്റാക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത ഒരു സ്പോർട്സ് ഡേ നമ്മൾ എല്ലാം ഉഷാറാക്കും. കാരണം ഞങ്ങൾ 1984 or 1980 എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ആ ഒരു ബാച്ച് മുതൽ 2000 ഇപ്പോൾ ഒരു 3 വർഷം മുന്നുള്ള ബാച്ച് വരെ 2022, 2023 വരെയുള്ള ബാച്ചുകൾ വരെ ഈ ഒരു സ്പോർട്സ് ഡേക്ക് ഞങ്ങൾക്ക് എത്താറുണ്ട്. എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അവരവരുടെ ബാച്ച് വൈസ് ആയിട്ട് സ്പോർട്സ് എല്ലാ ചാമ്പ്യൻഷിപ്പും നടക്കാറുണ്ട്. ഫുട്ബോളിനായാലും ബാച്ച് വൈസ് ആയിട്ട് ടീം ഉണ്ടാവാറുണ്ട്. അതേപോലെ ബാഡ്മിൻ്റൺ, എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ നടത്താറുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾ ആ ഒരു സമയത്തും ഇതേപോലെ ഒരു മീറ്റപ്പ് പോലൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ സീനിയേഴ്സിനെ ജൂനിയേഴ്സിനൊക്കെ ഒരുമിച്ച് കാണുന്ന ഒരു സംഭവമാണ് ആ സ്പോർട്സ് ഡേ. അപ്പോൾ അതും ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ കൂടാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞത് ഡിസംബറിലാണ്. അപ്പോൾ അതേപോലെ എല്ലാ ഡിസംബറിലും നവംബറിലൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടാറുണ്ട്. അതുപോരാണ്ട് ഇത് ഞങ്ങൾ ബാച്ച് വൈസ് അല്ല, ഇത് ഞങ്ങളുടെ എന്താ പറയുക ഈ നിക്കമാച്ചി ബാച്ചിൻ്റെ അതിൽ സീനിയറും ജൂനിയറൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഞങ്ങൾ ആ ഒരു ബാച്ച് മാത്രമാണ്, നിക്കമാച്ചി ബാച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചവരും 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചവരും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു നോമ്പ് തുറക്കാണ് നമ്മളിപ്പോൾ പോണത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ കാണാൻ. നോമ്പ് തുറയുടെ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നടക്കില്ല. എന്നാലും ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് എത്ര ആൾക്കാർ പങ്കെടുത്തതെന്ന്. ഇത്ര ആൾക്കാർ നമ്മൾ ഒത്തൊരുമയോടുകൂടി വന്നിരുന്ന് നോമ്പ് തുറക്കണം ഞാൻ കാണിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാരും സബ്സ്ക്രിപ്ഷന് വേണ്ടിട്ടോ എല്ലാരും ഫോളോ ചെയ്യണേ. ഇവിടെ എന്റെ ഓഡിയൻസ് ആരും കണ്ടിട്ടില്ല ഇവരൊന്നും, എല്ലാരും കാണുന്നുണ്ട് അല്ലേ? ഞാൻ എന്തെങ്കിലും പറയണ്ട, യോ കൊടുക്കടാ. നവാഫില്ലേ? ഓക്കെ ഓക്കെ. ശ്വാസം കിട്ടില്ലല്ലോ നവാഫേ. ഡോക്ടർ കോക്കറെ ഒരു ഓളാക്കടോ വിളമ്പുള്ളവർക്ക്. ചാരിറ്റിക്കും ബാക്കി കാര്യങ്ങൾക്കായിട്ട് സ്വരൂപിച്ച ഫണ്ടുകളൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഫണ്ട് ബാക്കിയുണ്ട്. അത് നമ്മൾ ആദ്യം കോക്കറിട്ടാ ആരാടാ അടിച്ചേ? കൊടുത്താരടാ
പടച്ചവനെ ബഷീർക്കാക്ക് പെയിന്റ് കടയിൽ അപ്പൊ ഞങ്ങളുടെ മീറ്റപ്പ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങളെ മീറ്റപ്പ് കഴിഞ്ഞ്, മീറ്റപ്പല്ല, നോമ്പ് തുറ കഴിഞ്ഞ് തിരിച്ച് ഫുജേറക്ക് പോണ വഴിയാണ്. പോണ സമയത്ത് ചെറുതായിട്ടൊരു ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയതാണ്. ഇതിലുണ്ടോ വീഡിയോയിൽ പറയാൻ? കണ്ട താത്താമാരെയും മറ്റേ കാക്കാമാരെ കുറിച്ചിട്ടൊക്കെ പറയാം, വേണമെങ്കിൽ പോരെ. ഇപ്പം ആരുമില്ലല്ലോ, അപ്പം പറയുമ്പോൾ പ്രശ്നമുള്ളൂ. അപ്പോൾ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു സംഭവം. നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. 45 ആൾക്കാരിൽ 50 ആൾക്കാരിൽ അറൗണ്ട് 45-46 ആൾക്കാർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ വിത്ത് ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഫുഡ് കഴിച്ചു. നോമ്പ് തുറ അടിപൊളിയായി കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴത്തേനും നേരം വൈകിട്ട്. ഞങ്ങൾ ഒരു ചെറിയൊരു എന്താ പറയുക, റോഡൊന്ന് തെറ്റി. അപ്പോൾ വേറെ റോഡ് വഴിയാണ് പോയത്. ആ വഴി പോയപ്പോൾ അവിടെ എന്താ ആക്സിഡൻറ്റോ എന്തോ കഴിഞ്ഞിട്ട് ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. അത് കാരണം ട്രാഫിക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. എന്നിരുന്നാലും ഒരു 10 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. പോണ വഴിക്ക് തന്നെ എസിലിയുടെ ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നോമ്പ് തുറന്ന് ആദ്യം കണ്ടത് ആരായിരുന്നു? ഷക്കീബിനെയാണ് ആദ്യം കണ്ടത് കേട്ടോ. ഷക്കീബ് കുട്ടീനായിട്ട് പള്ളിക്ക് ഓടണ ഒരു രംഗമാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഉദ്ദേശിച്ച പോലെ എല്ലാ നോമ്പ് തുറയും എല്ലാ പ്രാവശ്യത്തെ പോലെ ഞങ്ങൾ അവരൊപ്പം ഇരുന്ന് നോമ്പ് തുറന്നു. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ ഭക്ഷണം കഴിച്ചു. നമ്മളെ ഫുഡ് പാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പൂച്ചനെ കാണിച്ചു കൊടുത്താൽ ഇതാ പൂച്ചേട്ടാ, അവളെ പൂച്ചനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് വിളമ്പിയത് അനസും ആരൊക്കെ കൂടിയിട്ട് വിളമ്പി. ജാസർ ഉണ്ടായിരുന്നു, പിന്നെ എന്താ നവാഫ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് അത് എടുക്കല്ലേ, ഇസിലിൻ്റെ എന്തിയാ പോക്കറ്റ് വെച്ചത് എടുക്ക്, ഇസിലിൻ്റെ മൈക്ക് എടുത്തോ. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു വൈൻഡപ്പും കൂടി ഉണ്ടായിരുന്നു, ഒരു കൺക്ലൂഷൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ പ്രാവശ്യത്തെ വീഴ്ചകളും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പറച്ചിലും, വല്ലാണ്ട് വീഴ്ചകളൊന്നും ഇല്ല, എന്നാലും അതിനെക്കുറിച്ചുള്ള പറച്ചിലൊക്കെ പറഞ്ഞു. ജദീറിൻ്റെ വക ഒരു എന്താ പറയുക, വൈഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം അതന്നെ മതി, ധാരാളം. അത് കാരണം ഞാൻ കയറി പറയാനൊന്നുമില്ല. പിന്നെ ഷക്കീബിൻ്റെ വക കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷഹീൻ്റെ വക ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റപ്പിൻ്റെയും അതുപോലെ സ്പോർട്സിൻ്റെ പോരായ്മകളും കോർഡിനേഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെ എല്ലാം നികത്തി എന്ന് കരുതുന്നു. എല്ലാം ഉഷാറാക്കി. പിന്നെ നമ്മളെ ഒപ്പം പഠിച്ചവരെയും എല്ലാവരെയും നമ്മളെ വൈഫിനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താ പറയുക, അടുത്ത സ്പോർട്സ് ഡേ ഞങ്ങൾ ഉഷാറാക്കും. അതുപോലെ ഇനിയൊരു ഫാം ഹൗസിൽ വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗദറും കൂടി ഉണ്ടാവും എന്നുള്ള ഒരു പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഐശുവിനെ ഒറ്റക്ക് ഗെറ്റ് ടുഗദറിന് വിടും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഫാമിലി ആയിട്ട് ആവില്ല, ചിലപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫാമിലി ആയിട്ടാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ പ്ലാൻ ചെയ്യണതിൽ എല്ലാവരും ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല എന്നും ഉള്ള തീരുമാനങ്ങൾ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആകെ ഞങ്ങൾ ഒപ്പം പഠിച്ചൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഉഷാറാക്കും. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ കോക്കറിൻ്റെ കുറേ കുട്ടിത്തരങ്ങളും മലമ്പത്തരങ്ങളും ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ. പ്രാവശ്യം എന്തോ അടി ഉണ്ടാക്കിയിട്ടാണ് ആശാൻ വന്നത്, എന്താ അറിയില്ല. അവൻ പറഞ്ഞത് ബൂട്ടെന്തോ ആരോ കാല് പൊക്കി ഫൗള് കാട്ടി അവൻ്റെ കണ്ണിൽ കൊണ്ടു എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ്റെ കണ്ണിൻ്റെ താഴെ എന്തോ ഒരു വരണ്ട്, എന്തോ അനർത്ഥം കാട്ടിയിട്ട് വന്നില്ല. അടി കിട്ടിയതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ബൂട്ട് കൊണ്ടാന്ന് പറഞ്ഞത് തന്നെ ആവാം. പിന്നെ ഇതൊന്നുമല്ല, കോക്കറിൻ്റെ വക കുറേ കലാപരിപാടികളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. കുറച്ച് പേർക്കൊക്കെ തിരക്കുണ്ടായിരുന്നു വേഗം വൈൻഡപ്പ് ചെയ്യാനും പോകാനും. അപ്പോൾ പിന്നെ പൊതുവെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടാണ് അങ്ങോട്ട് എത്തിയത് തന്നെ.
അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വേഗം പോകാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ആ വ്ളോഗ് അങ്ങനെ അവസാനിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയാതെ പോയ കാര്യമുണ്ട്, ഞങ്ങളെ സ്പോർട്സിലൂടെ ക്രിക്കറ്റും ഇതിനും പോയ ഒരു കാര്യം, ഷിനാസ് 6 അടിച്ച കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞൊരു വിഷമമുണ്ടായിരുന്നു. ഷിനാസിൻ്റെ പ്രത്യേകത എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടീം എന്താ പറയുക അവിടെ ജയിക്കാൻ കാരണം അവൻ്റെ 6 ബോളിലുള്ള 6 6 ആണ് കേട്ടോ. ഞാൻ പറയാലോ, അടിപൊളിയായിരുന്നു. എന്നെ പറയാണ്ട് പോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് പിന്നെ 6 കൊടുത്തോരോ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അവിടെ വെച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംഭവം അങ്ങോട്ട് ഇവിടെ വന്ന് പറഞ്ഞോ. ഹലോ ഗൈസ് പറഞ്ഞേ, അവർ യു ചോദിക്കൂ. കഴിഞ്ഞാ എന്താണ് ചാർജ് ചെയ്യാൻ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്തു, ഞങ്ങളവിടുന്ന് മടങ്ങി. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഗെറ്റ് ടുഗദറും അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.